നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്തു തന്നെയായാലും സ്വയം വിശ്വസിക്കാനും കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഇത് വെറുമൊരു വാക്കല്ല, ഒരു സ്ത്രീ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച സത്യമാണ്. പ്രതിമാസം വെറും 2 രൂപ ശമ്പളത്തിന് തയ്യൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് 2000 കോടിയിലധികം മൂല്യമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്. ദാരിദ്ര്യത്തിൻ്റെ കൈപ്പേറിയ നാടുകളിൽ നിന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോർപ്പറേറ്റ് സംരംഭകയായി മാറിയ പത്മശ്രീ കൽപ്പന സരോജിൻ്റെ അവിശ്വസനീയമായ ജീവിതകഥയാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. തീർച്ചയായും ഇത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. മഹാരാഷ്ട്രയിലെ വിദർഭയിലുള്ള ഒരു ദരിദ്ര ദളിത് കുടുംബത്തിലെ അംഗമാണ് കൽപ്പന. അച്ഛൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ആ കുടുംബത്തിൽ ദാരിദ്ര്യം നിത്യവിരുന്നുകാരനായിരുന്നു. അന്നത്തെ കാലത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സാമൂഹിക അവഗണനകൾ ചെറുതല്ലായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ പോകാൻ പോലും വലിയ വിവേചനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും പഠിക്കാൻ മിടുക്കിയായിരുന്ന കൽപ്പനയ്ക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കാത്തുവച്ചത്. സാമൂഹിക സമ്മർദ്ദങ്ങൾ കാരണം വെറും 12-ാം വയസ്സിൽ കൽപ്പനയുടെ വിവാഹം നിർബന്ധപൂർവ്വം നടത്തപ്പെട്ടു. മുംബൈയിലെ ചേരിയിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് അവർ വിവാഹം കഴിഞ്ഞെത്തിയത്. അവിടെ കൽപ്പനയെ കാത്തിരുന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വിശപ്പും മർദ്ദനവും കാരണം ആരോഗ്യം പൂർണ്ണമായി തകർന്നു. ഒടുവിൽ മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ അച്ഛൻ അവളെ തിരികെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. എന്നാൽ അക്കാലത്ത് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെൺകുട്ടിക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് അതിലും വലിയ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളുമായിരുന്നു. നാട്ടുകാരുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും സഹിക്കാനാവാതെ ഒടുവിൽ തൻ്റെ 16-ാം വയസ്സിൽ കൽപ്പന ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. 3 കുപ്പി വിഷം ഒന്നിച്ചു കുടിച്ച് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ ഭാഗ്യം കൊണ്ടോ അതോ ചരിത്രം കുറിക്കാനായി വിധി കാത്തുവെച്ചത് കൊണ്ടോ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ മരണവക്രത്തിൽ നിന്നുള്ള തിരിച്ചുവരവാണ് കൽപ്പനയുടെ ജീവിതം മാറ്റിമറിച്ചത്. അവർ സ്വയം ചിന്തിച്ചു, ഇനി എനിക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല. മരിക്കാൻ കാണിച്ച ധൈര്യം ജീവിച്ചു കാണിക്കാൻ ഞാൻ ഉപയോഗിക്കും. അതൊരു പുതിയ തുടക്കമായിരുന്നു. ജീവിതം കെട്ടിപ്പടുക്കാൻ കൽപ്പന വീണ്ടും മുംബൈയിലേക്ക് വണ്ടി കയറി. അവിടെ പ്രതിമാസം വെറും 2 രൂപ ശമ്പളത്തിൽ ഒരു തയ്യൽ ജോലി അവർ ആരംഭിച്ചു. പട്ടിണി കിടന്നും കഠിനാധ്വാനം ചെയ്തും അവർ തയ്യൽ കലയിൽ വലിയ നൈപുണ്യം നേടി. പിന്നീട് ഒരു തയ്യൽ മെഷീൻ സ്വന്തമായി വാങ്ങി സ്വന്തം ബിസിനസ് തുടങ്ങി. ദിവസവും 16 മണിക്കൂറിലധികം അവർ ജോലി ചെയ്തു. വരുമാനം കൂടിയപ്പോൾ അവർ ഒരു സർക്കാർ പദ്ധതി വഴി ചെറിയൊരു ബിസിനസ് ലോൺ എടുത്തു. ആ പണം ഉപയോഗിച്ച് ഒരു ഫർണിച്ചർ ബിസിനസ്സും ഒപ്പം ബുദ്ധിമുട്ടുള്ള മറ്റു സ്ത്രീകൾക്കായി ഒരു തയ്യൽ കേന്ദ്രവും ആരംഭിച്ചു. കൽപ്പനയുടെ ബിസിനസ് ബുദ്ധിയും കഠിനാധ്വാനവും അവരെ പതുക്കെ ഒരു വിജയകരമായി സംരംഭകയാക്കി മാറ്റി. കൽപ്പന സരോജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വരുന്നത് കമാനി ട്യൂബ്സ് എന്ന കോടികളുടെ കടബാധ്യതയുള്ള അടച്ചുപൂട്ടിയ കമ്പനി ഏറ്റെടുക്കുന്നതിലൂടെയാണ്. തൊഴിലാളികൾ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുകയും വലിയ നിയമക്കുരുക്കുകളിൽ പെടുകയും ചെയ്ത ഒരു കമ്പനിയായിരുന്നു അത്. കടക്കണിയിലായ കമ്പനിയെ രക്ഷിക്കാൻ കൽപ്പന മുന്നോട്ട് വന്നു. പലരും അവരെ പരിഹസിച്ചു. ഒരു സ്ത്രീക്ക് ഇത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു. എന്നാൽ തൻ്റെ അസാമാന്യമായ മാനേജ്മെൻറ്റ് മികവിലൂടെ 2000-ൽ അവർ ആ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. കഠിനമായ ശ്രമങ്ങൾക്കൊടുവിൽ കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ അവർ വീട്ടി തീർത്തു. തകർന്നുപോയ കമാനി ട്യൂബ്സിനെ ലാഭകരമായ ഒരു വൻകിട കമ്പനിയാക്കി മാറ്റി.
അവർ ചരിത്രം കുറിച്ചു. അങ്ങനെ കൽപ്പന സരോജ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ കോർപ്പറേറ്റ് സംരംഭകയായി മാറി. ബിസിനസ് രംഗത്തെ ഈ സമാനതകളില്ലാത്ത സംഭാവനകളെ മുൻനിർത്തി 2013 രാജ്യം ഇവരെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചു. കൂടാതെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഡയറക്ടർ ബോർഡിലും അവർ അംഗമായി. ദാരിദ്ര്യത്തോടും വിവേചനങ്ങളോടും പോരാടി മരണത്തിന് വക്കിൽ നിന്ന് കോടീശ്വരത്വത്തിലേക്ക് ഉയർന്ന കൽപ്പന സരോജിന്റെ ജീവിതം നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല. നിങ്ങൾ സ്വയം തോറ്റു കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം. ഈ പ്രചോദനാത്മകമായ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.